നമസ്കാരം. ഇംഗ്ലണ്ടുമായുള്ള 5 T20കളുടെ പരമ്പര ഒരു അർദ്ധ സെഞ്ചുറി പോലും ഇല്ലാതെ അവസാനിപ്പിച്ചിരിക്കുകയാണ് മലയാളി ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ. ആദ്യത്തെ 4 മത്സരങ്ങളിലെ ഫ്ലോപ്പ് ഷോയുടെ ക്ഷീണം വാങ്കഡയിൽ അർദ്ധ സെഞ്ചുറിയോ അല്ലെങ്കിൽ സെഞ്ചുറിയോ നേടി തീർക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല. 7 പന്തിൽ നിന്നും 16 റൺസുമായി സഞ്ജു പുറത്താവുകയായിരുന്നു. മുൻ മത്സരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് സഞ്ജു ഈ മത്സരത്തിൽ കളി തുടങ്ങിയത് എങ്കിലും അതൊരു വലിയ സ്കോറാക്കി മാറ്റുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു. ആദ്യ 3 മത്സരങ്ങളിലും ജോഫ്ര ആർച്ചറാണ് സഞ്ജുവിനെ മടക്കിയത് എങ്കിലും ഈ മത്സരത്തിൽ മാർക്ക് വുഡാണ് അദ്ദേഹത്തെ പവലിയനിലേക്ക് മടക്കിയത്. ഗംഭീരമായിട്ടാണ് ഈ മത്സരത്തിൽ സഞ്ജു സാംസൺ തുടങ്ങിയത്. തൻ്റെ പേടിസ്വപ്നമായ ജോഫ്ര ആർച്ചറെ സിക്സർ അടിച്ചാണ് അദ്ദേഹം വരവേറ്റത്. ഒരു ഷോർട്ട് പന്താണ് സഞ്ജുവിനെതിരെ ആർച്ചർ ആദ്യം പരീക്ഷിച്ചത്. എന്നാൽ അദ്ദേഹം ഒരുങ്ങി തന്നെയാണ് വന്നത്. ഡീപ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ പുൾ ഷോട്ടിലൂടെ സഞ്ജു സിക്സർ പറത്തുകയായിരുന്നു. അടുത്ത 3 പന്തിൽ റണ്ണൊന്നുമില്ല. എന്നാൽ 5ാമത്തെ പന്ത് അദ്ദേഹം സിക്സർ എത്തിക്കുകയായിരുന്നു. ലെഗ് സ്റ്റംപ് ഏരിയയിൽ ഷോർട്ട് ബോൾ ആണ് ആർച്ചർ പരീക്ഷിച്ചത്. ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ വീണ്ടും ഒരു പുൾ ഷോട്ടായിരുന്നു ഉണ്ടായത്. അതുകൊണ്ടും സഞ്ജുവിന് മതിയായില്ല. അവസാന പന്ത് 4 അടിച്ചാണ് അദ്ദേഹം ആർച്ചറോടുള്ള അരിശം തീർത്തത്. തേർഡ് മാൻ ഏരിയയിലൂടെയായിരുന്നു ബോൾ ബൗണ്ടറി കടന്നത്. ആദ്യ ഓവർ കഴിഞ്ഞപ്പോൾ സഞ്ജു 6 പന്തിൽ 16 റൺസ്. വലിയൊരു ഇന്നിങ്സ് ആക്കി അദ്ദേഹം ഇത് മാറ്റിയെടുക്കുമെന്ന് കരുതിയെങ്കിലും അടുത്ത ഓവറിൽ തന്നെ പുറത്തായി. മാർക്ക് വുഡിന്റെ 5ാമത്തെ പന്തിലാണ് മലയാളി താരം വീണത്. മിഡിൽ ലെഗ് സ്റ്റംപ് ഏരിയയിൽ ഒരു ഷോർട്ട് പന്തായിരുന്നു ഇത്. പുൾ ഷോട്ടിനാണ് സഞ്ജു ശ്രമിച്ചത്. പക്ഷേ ആദ്യ ഓവറിലേതുപോലെ അത് ശരിയായി കണക്ട് ആയില്ല. ഡീപ് സ്ക്വയർ ലെഗ് ഏരിയയിൽ ബൗണ്ടറി ലൈനിനരികിൽ ജോഫ്ര ആർച്ചറുടെ കൈകളിലാണ് ഇത് വന്ന് പതിച്ചത്. അദ്ദേഹം അനായാസം അത് പിടികൂടിയതോടെ വിളറിയ ഒരു ചിരിയോടെ സഞ്ജു ക്രീസ് വിടുകയും ചെയ്തു. സഞ്ജു സാംസൺ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരമ്പരയായി ഇത് മാറിയിരിക്കുകയാണ്. മോശം ഫോമിലായിട്ടും തുടരെ 5 മത്സരത്തിലും ഓപ്പണറായി അവസരം കിട്ടിയിട്ടും ഇതും മുതലാക്കാൻ സാധിച്ചില്ല. 5 ഇന്നിംഗ്സിൽ 10.20 ശരാശരിയിൽ വെറും 51 റൺസാണ് സഞ്ജുവിന് നേടാനായത്. കൊൽക്കത്തയിലെ ആദ്യ മത്സരത്തിൽ നേടിയ 26 റൺസാണ് അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ. അതിനുശേഷമുള്ള മത്സരങ്ങളിൽ 5, 3, 1, 16 എന്നിങ്ങനെയാണ് സഞ്ജുവിന്റെ സ്കോറുകൾ. 5 4ഉം 3 6ഉം മാത്രമേ പരമ്പരയിൽ സഞ്ജുവിന്റെ പേരിലായി ഉള്ളൂ. ഈ പ്രകടനത്തോടെ ഇനി ഇന്ത്യൻ T20 ടീമിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമോ എന്നത് തന്നെ സംശയമുള്ളൊരു കാര്യമാണ്. വരാനിരിക്കുന്ന IPL പ്രകടനം അനുസരിച്ചായിരിക്കും ഇനി സഞ്ജുവിന്റെ ഭാവി. IPL ശേഷം മാത്രമേ ഇന്ത്യക്ക് ഇനി T20 മത്സരങ്ങളും ഉള്ളൂ.